ആ ട്രാൻസ്ഫോർ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയം മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. മാറ്റാനായി ശ്രമിക്കുകയാണ്. വിഷ്ണു, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ, പുതിയ ദൃശ്യങ്ങൾ എന്ന നിലയിൽ കാണുമ്പോൾ അത് മാറ്റാനുള്ള ശ്രമം അവിടെ നടക്കുന്നതായി തോന്നുന്നുണ്ട്. എങ്ങനെയാണത് മാറ്റുക? എങ്ങോട്ടാണ് കൊണ്ടുപോവുക? രതീഷ്, നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം ഇത് എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റിപ്പോൾ അതിനായി 2 ക്രെയിൻ എത്തിച്ചിട്ടുണ്ട്. 120 ടണ്ണിന് മുകളിൽ ഭാരം, 100 ടണ്ണിന് മുകളിൽ ഭാരം താങ്ങാവുന്ന 2 വലിയ കൂറ്റൻ ട്രെയിനുകൾ എത്തിച്ച് അത് ഇതുമായി ബന്ധിച്ച് ഇവിടുന്ന് റോഡിന്റെ നടുക്കിൽ നിന്ന് മാറ്റാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് ഈ ട്രെയിലറിൽ തന്നെ കൊണ്ടുവന്ന ആ ട്രെയിലറിൽ തന്നെ കയറ്റി വീണ്ടും കളമശ്ശേരിയിലെ സബ്സ്റ്റേഷനിലോട്ട് തന്നെ റിപ്പയറിംഗിന് ആവശ്യത്തിനായി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റി വീണ്ടും കളമശ്ശേരിക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് നീക്കമെന്നാണ് ഇപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും അതിന്റെ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ റോപ്പുമായി ബന്ധിപ്പിച്ച് അങ്ങനെ കുറച്ച് സമയമെടുക്കുന്ന കാര്യമാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യം ഒരു ട്രാൻസ്ഫോമർ വീണ സമയത്തുള്ള ട്രാഫിക് എല്ലാം ഒരുവിധം നിയന്ത്രിച്ചെങ്കിൽ ഇപ്പോൾ ഈ 2 ക്രെയിൻ അടക്കം എത്തിച്ച് നീക്കേണ്ട ഒരു ജോലി നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഇവിടെ ഉണ്ടാകും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ 2 സൈഡിൽ നിന്നുമുള്ള വാഹനങ്ങൾ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ജോലികൾ നടത്തുന്നത്. കാരണം ഈ ഇത്രയും വലിയ ട്രെയിൻ ഈ റൂട്ടിൽ കിടക്കുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല. നേരത്തെ ഒരു വരിയിലൂടെ മാത്രം ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനും സാധ്യമാകാത്ത സ്ഥിതിയാണ്. കാരണം ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ ട്രാൻസ്ഫോമർ ഇതുമായി ഘടിപ്പിച്ച് പിന്നീട് അത് ഉയർത്തി റോഡിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അടിയന്തരമായി ശ്രമിക്കുന്നത്. പക്ഷേ ആ സമയത്ത് വാഹനങ്ങളൊന്നും വിടാൻ സാധിക്കില്ല. കാരണം എങ്ങനെയാകും ഇത് എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും അപകടമുള്ള ഒരു കാര്യമാണ്, ഇത്രയും ഭാരമുള്ള കാര്യമാണ്. അപ്പോൾ അതിനിടയിൽ വാഹനങ്ങൾ വിടുന്നത് ഒരു പക്ഷേ അതീവ റിസ്ക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും ഇവിടെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഒരു വശത്തു നിന്നും വിടാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടാണ് ഇപ്പോൾ ട്രാൻസ്ഫോമർ ഇവിടുന്ന് ഉയർത്താൻ ശ്രമിക്കുന്നത്. നമുക്ക് അതിന്റെ ജോലികൾ നടക്കുന്നത് കാണാം. ആ ട്രാൻസ്ഫോമറിന് മുകളിൽ ക്രെയിനുമായി ബന്ധപ്പെട്ട ആളുകൾ കയറി ആ ക്രെയിനിൽ നിന്ന് ഇട്ടിരിക്കുന്ന റോപ്പ് ആ ട്രാൻസ്ഫോമറിന്റെ ഓരോ ഹുക്കിൽ ഘടിപ്പിക്കുകയാണ്. അതിനുശേഷം അത് ടൈറ്റ് ചെയ്തത് ഉയർത്തി ഇവിടെ നിന്നും ആദ്യം റോഡിന്റെ വശത്തേക്ക് നീക്കും. അതിനുശേഷം സമീപത്ത് തന്നെയാണ് ഇപ്പോൾ ആ ഒരു ട്രക്ക് ഇട്ടിട്ടുള്ളത്. നേരത്തെ ഈ ബ്രഹ്മപുരത്ത് നിന്നും കൊണ്ടുവന്ന ഈ ട്രാൻസ്ഫോമർ കൊണ്ടുവന്ന ആ ട്രക്ക് തന്നെ അവിടെ അല്പം മാറി കുറച്ച് മുന്നിലായി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രക്ക് എത്തിച്ച് അതിൽ തന്നെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. നമ്മൾ ചോദിച്ചു ഈ ട്രക്കിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ട്രക്കിന് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. അത് ആ ഒരു റോഡിന്റെ പ്രശ്നം കൊണ്ടില്ലെങ്കിൽ അതിൽ വീണ് ഒലഞ്ഞപ്പോൾ ഉണ്ടായ ആ ഇറക്കം ഇറങ്ങി വന്നപ്പോൾ ഒലഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അങ്ങനെ അതിന്റെ ക്ലിപ്പ് വിട്ടുപോയതാണ്. അങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമർ വീണത്. നേരിൽ ട്രക്കിന് മറ്റു കുഴപ്പങ്ങളും ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ 3 ട്രാൻസ്ഫോമറുകൾ ഇത്രയും കംപ്ലൈന്റ് ആയിട്ടുള്ള ബ്രഹ്മപുരത്തിൽ നിന്ന് 3 ട്രാൻസ്ഫോമറോളം കളമശ്ശേരി സബ്സ്റ്റേഷനിലോട്ട് നേരത്തെ കൊണ്ടുപോയിരുന്നു. ഇതിപ്പോൾ 4ാമത്തെ ട്രാൻസ്ഫോമർ ആണ് എന്നൊരു വിവരവും നമുക്ക് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടോ അങ്ങനെ വന്നു. ഇതിൽ ഒരു പക്ഷേ ഓയിൽ ഉണ്ടായിരിക്കാം. അവർ പറയുന്നത് ഇതിന് ഉള്ളിൽ ഓയിലുണ്ട്. അപ്പോൾ ആ ഓയിൽ ഈ റോഡിൽ നിന്ന് ട്രാൻസ്ഫോമർ വാഹനം ഇറങ്ങി വന്നപ്പോൾ അത് ഓളം തല്ലി അങ്ങനെ അതിന്റെ ബാലൻസ് പോയതാണ്. അങ്ങനെ സംഭവിച്ച അപകടമാണ്. മറ്റു കുഴപ്പങ്ങളും ഒന്നുമില്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ അത് ഇവിടെ നിന്ന് ഉയർത്തി നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു ക്രെയിനിൽ നിന്നുള്ള റോപ്പ് ആ ട്രാൻസ്ഫോമറിന്റെ മുകളിൽ ഹുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ അടിയിൽ നിന്നുള്ള ട്രാൻസ്ഫോമറിന്റെ മറ്റൊരു ഭാഗത്ത് ആ റോഡിനോട് ചേർന്ന് കിടക്കുന്ന വശത്തേക്ക് ആ ക്രെയിനിൽ നിന്നുള്ള റോപ്പ് ബന്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനുശേഷം ഇതിപ്പോൾ തല കീഴായാണ്, ഒരു വശം ചെരിഞ്ഞാണ് മറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നേരെയാക്കുന്ന ജോലി ആദ്യം ചെയ്യും. അതിനുശേഷം അത് മുന്നിലെ ക്രെയിൻ ഉപയോഗിച്ചായിരിക്കാം ഒരുപക്ഷെ മുന്നിലോട്ട് നീക്കിക്കൊണ്ടുപോയി ആ വാഹനത്തിലോട്ട് കയറ്റുക. ഏതായാലും ഇപ്പോൾ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധിപ്പിക്കാനുള്ള ഇത് ക്രെയിനുമായി റോപ്പുമായി ബന്ധിക്കാനുള്ള ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്തുകൂടെ വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കാരണം അത്രയും സുപ്രധാനമായിട്ടുള്ളൊരു സമയമാണ്. കാരണം വൈകുന്നേരം സമയമാണ്, 4 മണി കഴിഞ്ഞു. സ്കൂളുകളെല്ലാം വിട്ടു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിട്ടു തുടങ്ങി. കാരണം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ള ഒരു മേഖല കൂടിയാണ്. അപ്പോൾ ധാരാളമായിട്ടുള്ള അങ്ങനെ കൂടിയുള്ള വാഹനങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഇവിടുത്തെ ഗതാഗതം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ എറണാകുളം നഗരം മൊത്തം ബ്ലോക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാനായി ഇപ്പോൾ ഒരു വശത്തുകൂടെ ഉള്ള വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. 2 വശത്തു നിന്നും കൃത്യമായി തടഞ്ഞുകൊണ്ട് അത് വാഹനങ്ങൾ കടത്തിവിട്ട് ഒരു തരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഏതായാലും അധിക സമയമില്ലാതെ ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഈ ട്രാൻസ്ഫോമർ ഉയർത്താൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും പോലീസ് എത്തിയിട്ടുണ്ട്. തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പോലീസും അതുപോലെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഗതാഗതം നിയന്ത്രിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് മനസ്സിലാകുന്നു. ആ താഴത്തെ ഉള്ള
റോപ്പ് അത് ബന്ധിപ്പിക്കുന്ന കാഴ്ചകൾ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ആ ഒരു നടപടികൾക്ക് ശേഷം ആദ്യം താമസിക്കാതെ തന്നെ ഈ ട്രാൻസ്ഫോമർ ഇവിടെ നിന്നും മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ്. അപ്പോൾ ആദ്യം ഈ സംഭവിക്കുമ്പോൾ തന്നെ ഇതിൻ്റെമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ എത്രയും വേഗം തന്നെ ഇത് മാറ്റാനുള്ള ജോലികൾ ആരംഭിക്കുമെന്ന് പറയുന്നു. ഉച്ചയ്ക്കൊരു 2:30 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. ആ സമയത്ത് കാര്യമായിട്ടുള്ള തിരക്കുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ. ഏതായാലും ഇപ്പോൾ 2 ക്രെയിനുകൾ എത്തിച്ചു. ഈ 2 ക്രെയിനുകൾ കൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫോമർ മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അതിൻ്റെ ജോലികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രതീഷ്, എറണാകുളം കാക്കനാട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. എറണാകുളം കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലെ ഇൻഫോ പാർക്ക് ഗേറ്റിന് മുന്നിൽ വീണ കൂറ്റൻ ട്രാൻസ്ഫോമർ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. ബ്രഹ്മപുരത്ത് നിന്ന് കളമശ്ശേരിയിലേക്ക് റിപ്പയറിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്നതിനിടയിലാണ് ട്രെയിലറിൽ നിന്ന് അപകടകരമായ ട്രാൻസ്ഫോമർ റോഡിലേക്ക് വീണത്. നിലവിൽ സീപോർട്ട് എയർപോർട്ട് റോഡിൽ വലിയ ഗതാഗതക്കുരുക്കാണ്. ഇടയ്ക്ക് അല്പം ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എങ്കിലും ഇപ്പോൾ പരിപൂർണമായ പ്രതിസന്ധി ആ റോഡിൽ നിലനിൽക്കുന്നു എന്നതാണ് വിഷ്ണുപ്രകാശ് റിപ്പോർട്ട് ചെയ്യുന്ന. ട്രാൻസ്ഫോമർ ഉയർത്താനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. എറണാകുളം സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് ഈ വലിയ കൂറ്റൻ ട്രാൻസ്ഫോമർ വീണത്. ജീവൻ നഷ്ടമാകുന്ന വലിയ ദുരന്തമായി മാറാമായിരുന്ന അത്തരമൊരു സംഭവമാണ് ഉണ്ടായത്. ഭാഗ്യത്തിന് തൊട്ട് പിന്നിൽ, ഈ ടൈലറിന് തൊട്ട് പിന്നിൽ വാഹനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് വലിയ അപകടം ഒഴിവായത് എന്നാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. വിഷ്ണുപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.